ഒരു ചമ്മൽ പോലെ. ഞാനിതുവരെ അങ്ങനെ ഓഡീഷനിലും നിന്നിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നപ്പോൾ എന്താ മേരി ഇങ്ങനെ ചിരിക്കണത്, എന്താണ് ഇങ്ങനെ താന്നിരിക്കണേന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് നാണിച്ചിട്ടാണ് സാറേന്ന് പറഞ്ഞു. എൻ്റെ പേര് മേരി എന്നാണ് സാറേ. ഇവക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവക്ക് കൂട്ടുവന്നതാണ്. ചിലർ മേരി ചേച്ചി ഇത് ഒന്നും അടിക്കണില്ലല്ലോ മേരി ചേച്ചി, ഞങ്ങ മേരി ചേച്ചി എടുക്കുന്ന നിർത്താൻ പോണേണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ നമ്പർ കറക്കാനൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ നമ്പർ കറക്കി നിങ്ങൾക്ക് തന്നേനെ. ചേച്ചി തന്നെയല്ലേ ആ സിനിമയിൽ അഭിനയിച്ചത്? ഞാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട് ചേച്ചി, ചേച്ചി ഇങ്ങനെ ടിക്കറ്റുമായിട്ട് നടക്കണം. ഞങ്ങൾ ചേച്ചിനെ ഇങ്ങനെയൊന്നും അല്ല കരുതി വെച്ചത്. ഇവളെയും പറഞ്ഞു ചേച്ചി എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ചിരി വരും ഷൈൻ സാറിനോട് പറഞ്ഞു. മേരിക്ക് പേടിയില്ല. എനിക്ക് പേടിയുണ്ട് സാറേ. ചെറുപ്പം മുതലേ എനിക്ക് പോലീസുകാരെയും പോലീസ് സ്റ്റേഷനെയും പേടിയാണ്. പിന്നെ ഇവളുള്ള ധൈര്യത്തിൽ ഞാൻ വന്നതാണ്. ഞാൻ ചെന്നപ്പോഴേ ചെറിയ പോസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതിലൊക്കെ എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാനേ എൻ്റെ ഇതെന്താണ് കാണാൻ പൊക്കം കുറഞ്ഞ് കറുത്തിട്ടൊരു മാക്കാച്ചിനെ പോലെ കാണാനല്ലേ? കാണാനൊന്നും കൊള്ളില്ല സാറേ. കാണാൻ കൊള്ളായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഓ സാറേ. ആക്ഷൻ ഹീറോ ബിജു എന്ന ഒറ്റ ചിത്രം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ ചേച്ചിയാണ് മേരി ചേച്ചി. അവരുടെ ആ ഒറ്റ ചിരിയാണ് ഇപ്പോഴും നമുക്ക് ആ സിനിമ കാണുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷേ ഇന്ന് മേരി ചേച്ചിയുടെ ആ ചിരിക്ക് അന്നത്തെ അത്ര തിളക്കം പോരാ. മേരി ചേച്ചി അതിൻ്റെ വിശേഷങ്ങൾ പറയാണ്. എന്താണ് ഇപ്പം ചേച്ചിയുടെ ഒരു ജോലിയൊക്കെ എന്താണ് ചേച്ചി? ഇപ്പം ഞാൻ ലോട്ടറി വിറ്റ് നടക്കണേന്ന്. എത്ര നാളായി ഇപ്പോൾ ലോട്ടറി വിൽക്കൽ? ലോട്ടറി വിൽക്കാൻ തുടങ്ങിയിട്ട് 1 മാസമേ ഉള്ളൂ. അതുവരെ ഞാൻ തൊഴിലുറപ്പിനും തൊഴിലുറപ്പുണ്ട്, അതിൻ്റെ പണിക്ക് പോകണമായിരുന്നു. അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റണില്ല. എനിക്ക് കിടക്കാനും വെട്ടാനും ഒന്നും അറിയാൻ പറ്റില്ല, പെണ്ണുങ്ങൾ സമ്മതിക്കണമില്ല. അപ്പം അതുകൊണ്ടൊക്കെ ഞാൻ ഓർത്ത് തന്നെ പിന്നെ നമ്മുടെ കയ്യിൽ ഇത്തിരി പൈസ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തേച്ചും അത് വിൽക്കാം. ഒരെണ്ണം കയ്യിലിരുന്ന് അടിച്ചാൽ അത്ര ആയില്ലേ. അപ്പോൾ ആ ഒരു എന്തിൽ ഞാനങ്ങനെ ടിക്കറ്റുമായിട്ട് ഇറക്കാം. പക്ഷേ ഇന്നുവരെ ഒരു ടിക്കറ്റ് പോലും ഒരാൾക്ക് അടിച്ച് നമുക്ക് അടിച്ചില്ലെങ്കിൽ അവർക്ക് അടിക്കണമെങ്കിൽ നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ കൊണ്ടടക്കണേന്. അപ്പോൾ കൊറോണയ്ക്ക് ശേഷമാണ് ചേച്ചി? കൊറോണ കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഒരാളും വിളിച്ചിട്ടില്ല സിനിമയിലേക്ക്. സിനിമയ്ക്ക് മുന്നേ ചേച്ചി എന്താ ചെയ്തായിരുന്നു? സിനിമക്ക് മുമ്പ് തന്നെ ഞാനൊരു പിന്നെ കടയിൽ ജോലിക്ക് നിൽക്കണായിരുന്നു, ഹോട്ടലിൽ. അവിടെ ഒരു 5-6 വർഷം നിന്നത്. നിങ്ങൾ ചെറുതായിരുന്നപ്പോഴാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചേച്ചി ഞങ്ങളുടെ ഇടക്കൊച്ചിലുണ്ട്. ആ ചേച്ചി കോർഡിനേറ്ററാണ്. അപ്പോൾ എല്ലാവരെയും കൊണ്ടുപോകണ അങ്ങനെ. അപ്പോൾ ആ ചേച്ചിനോട് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ചേച്ചി ആദ്യമായിട്ട് എന്നെ വിളിച്ച് നാടോടി മന്നൻ എന്നും പറഞ്ഞൊരു പടത്തിൽ പാസ് ചെയ്യലാണ്. 5 വർഷം അങ്ങനെ പാസിങ് ചെയ്ത് നടന്നു. പിന്നെ ഇടക്കാണിപ്പോൾ ഒരു ഓഡീഷൻ വന്ന്, അപ്പോൾ അതിൽ ഓഡീഷൻ ചെയ്തപ്പോൾ ഞാൻ സെലക്റ്റായി. അങ്ങനെയാണ് ആക്ഷൻ ഹീറോ ബിജു. അതിൽ സെലക്ട് ആവാൻ ഈ ചിരി തന്നെയായിരുന്നു അതിൽ സെലക്ട് ആവാനുള്ള കാരണം? അത് തന്നെയായിരുന്നു. സാറ് ഓഡീഷൻ ചെയ്തോണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഒരു ചമ്മൽ പോലെ. ഞാനിതുവരെ അങ്ങനെ ഓഡീഷനിലും നിന്നിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നപ്പോൾ എന്താ മേരി ഇങ്ങനെ ചിരിക്കണത്, എന്താണ് ഇങ്ങനെ താന്നിരിക്കണേന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് നാണിച്ചിട്ടാണ് സാറേന്ന് പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നപ്പോഴാണ് ഒറ്റ ഡയലോഗിലാണ് സിനിമയിലേക്ക് എടുത്തത്. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഈ ലോട്ടറി ഒക്കെ വിറ്റിട്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കണില്ല. ഇപ്പം 1600 രൂപ കൊടുത്താൽ 48 ടിക്കറ്റാണ് കിട്ടണം. ആ 48 വിറ്റ ചിലപ്പോൾ 3-4 കടം പോവും. ബാക്കി ആകെ കിട്ടണം, നമുക്ക് കിട്ടണം 300 രൂപയാണ്. പിന്നെ 1600 രൂപ നമ്മൾ ടിക്കറ്റിന് കൊടുക്കണം. അങ്ങനെയാണ് നടക്കണത്. പിന്നെ ഞാനിപ്പോൾ കൂട്ടിച്ച് എടുത്ത 2000 രൂപ വേണം 60 എണ്ണത്തിന്. അപ്പോൾ ഒരു 150 രൂപ അടുത്തൊക്കെ കിട്ടും. അപ്പോൾ കാലത്തെ ഇറങ്ങും ഇപ്പോൾ ഈ പരിപാടികൾക്കായിട്ട്? രാവിലെ 6:45 ഞാൻ ടിക്കറ്റുമായിട്ട് ഇറങ്ങും. എന്നിട്ട് വളരെ ഒറ്റ ചായ കുടിക്കണവരുടെയൊക്കെ വാതിക്കലൊക്കെ പോയി നോക്കി നിൽക്കും. ചിലവരെന്നോട് ചായ കുടിക്കണ ചേച്ചി എന്നൊക്കെ ചോദിക്കും. ചോറിന്നാ ചായ കുടിച്ചാന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ കഴിച്ചെന്ന് പറയും. അവിടെ കടയിൽ നമ്മൾ ലോട്ടറി കൊണ്ട് വെച്ചു ഒറ്റ ചായ കുടിക്കണവരുടെ നടുക്ക് കയറി ഞാനും ഒരൊറ്റ ചായ കുടിക്കും. അപ്പോൾ മേശപ്പുറത്ത് ടിക്കറ്റ് ഇരിക്കണമ്പോൾ ആൾക്കാരെടുത്ത് ഇങ്ങനെ
നോക്കി അവർക്കൊക്കെ ഒരു ഇഷ്ടമുണ്ടല്ലോ ടിക്കറ്റിന്റെ നമ്പർ, അത് നോക്കി എടുത്തൊക്കെ എടുക്കും. പിന്നെ ചിലര് മേരിച്ചേച്ചി ഇത് ഒന്നും അടിക്കണില്ലല്ലോ മേരിച്ചേച്ചി, ഞങ്ങ മേരിച്ചേച്ചി എടുക്കുന്ന നിർത്താൻ പോണേണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ നമ്പർ കറക്കാനൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ നമ്പർ കറക്കി നിങ്ങൾക്ക് തന്നേന്. എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിക്കും. ഈ ലോട്ടറി വാങ്ങാൻ വരുന്ന സങ്കടമുണ്ട്. ഇങ്ങനെയൊക്കെ അവര് അടിക്കണില്ലല്ല ചേച്ചി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കണവർക്ക് അടിച്ചാൽ എനിക്കും ഒരു സന്തോഷമാണ്, അവരും നല്ല സന്തോഷത്തോടു കൂടി വന്ന് മേടിക്കും. അപ്പം ആ ഒരു സങ്കടവും ഉണ്ട്. പിന്നെ എന്ത് ചെയ്യാനാ, പിന്നെ വേറൊരു ജോലി ഇല്ല. പിന്നെ വേറൊരു ജോലിക്കൊക്കെ ചെന്ന് ചോദിച്ച് എപ്പോഴും എൻ്റെ പ്രതീക്ഷ എന്നെ വിളിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ടിക്കറ്റുമായിട്ട് നടന്നാൽ ടിക്കറ്റ് വിറ്റില്ലെങ്കിൽ ഇനി ബാക്കിയുള്ളത് ബാഗിലിട്ടുണ്ട് ഷൂട്ടിങ്ങിന് പോകാം. വേറെ സ്ഥലത്ത് പോയി നിന്ന് പിന്നെ അവരുടെ അനുവാദമൊക്കെ കിട്ടി ചേച്ചിക്ക് ഇങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു വന്ന് പണിക്കുന്നതാണെന്ന് ആ ചോദ്യവും വരും. അത് കാരണം ഇതിന്റെ പുറകെ തന്നെ നടക്കണേണ്. ഇപ്പൊ ഈ ടിക്കറ്റ് വിൽക്കുമ്പോ ചേച്ചീനെ സിനിമയിലെ കാണുന്നത് അത് തന്നെയാണ്. എല്ലാവരും ചേച്ചി ഞങ്ങൾക്ക് സങ്കടമുണ്ട്, ചേച്ചി ഇങ്ങനത്തെ നടപ്പത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, ചേച്ചി തന്നെയല്ലേ ആ സിനിമയിൽ അഭിനയിച്ചത്. ഞാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട് ചേച്ചി ഇങ്ങനെ ടിക്കറ്റുമായിട്ട് നടക്കണം, ഞങ്ങൾ ചേച്ചിനെ ഇങ്ങനെയൊന്നും അല്ല കരുതി വെച്ചത് എന്നൊക്കെ പറയും. ഞങ്ങൾക്ക് ചേച്ചിനെ കാണുമ്പോൾ വിഷമമുണ്ടെന്നും പറഞ്ഞ് മിക്ക ഓട്ടോക്കാരും ഒക്കെ നോക്കാതെയൊക്കെ ഇരിക്കും. ഞാൻ അവരുടെ മുമ്പിലൊക്കെ കൊണ്ടുവല്ലു. അപ്പം അവർ പറയും ഞങ്ങൾ നോക്കിയല്ല ചേച്ചിനെ നോക്കിയാൽ ഞങ്ങൾക്ക് സങ്കടം വരും, ചേച്ചിയുടെ നിപ്പും വരവൊക്കെ കാണുമ്പോൾ. ഞങ്ങൾ ചേച്ചിനെയൊക്കെ എത്ര ഉയരത്തിലൊക്കെ കണ്ടുകൊണ്ട് വെച്ചേക്കണേണ്, ആ സ്ഥലത്താണ് ചേച്ചി നടക്കണത് ടിക്കറ്റുമായിട്ട് എന്നൊക്കെ പറയും. അപ്പൊ ചേച്ചിക്ക് ഈ സിനിമയിൽ അങ്ങനെ കോണ്ടാക്റ്റുകളൊന്നും ഇല്ല? എനിക്ക് ആരുടെയും ഇതൊന്നുമില്ല. പിന്നെ നമ്മളെ വിളിക്കണത് കോർഡിനേറ്റർമാരാണ്, അവരെയൊക്കെ ഇടക്കൊക്കെ ഞാൻ വിളിക്കുമ്പോൾ അവര് വിളിക്കാ ചേച്ചി ഒന്നും ആയിട്ടില്ല ചേച്ചി അങ്ങനെ പറയും. പിന്നെ എന്നാ എന്ത് ചെയ്യാനൊക്കെ പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഈ സിനിമാ മോഹം എങ്ങനെയാ വരുന്നത്? എനിക്ക് ജനിച്ചപ്പോ തുടങ്ങി സിനിമാ മോഹം ഉണ്ട്. കാരണം ഞാൻ എല്ലാ വീട്ടിലും പണ്ട് പടം പോയി കണ്ടേച്ചേ ആ ഒരു പ്രാവശ്യമല്ല, ഒരു പടം തന്നെ 5 പ്രാവശ്യമൊക്കെ പോയി കാണും. അന്ന് നമുക്ക് 55 പൈസയൊക്കെ ഉണ്ടായുള്ളു തിയേറ്ററിൽ. അങ്ങനെ പോയി കണ്ടേച്ച് ഞാൻ ഈ ഞങ്ങളുടെ അയലന്തറ മൊത്തം വിളിച്ചു കൂട്ടിയിട്ട് അവരൊന്നും പോകാൻ പറ്റാത്തവരെയൊക്കെ വിളിച്ചു കൂട്ടി കഥ പറയും സിനിമയില. ഇല്ലാത്തതിൽ കുറച്ചുകൂടി കൂട്ടിയിട്ടൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഞാൻ ചിരിപ്പിക്കും. അപ്പൊ ഇവിടെ എല്ലാവരും എന്നെ സിനിമാ മേരിയെന്ന് പേര് സിനിമാ മേരിയതാണ് വിളിക്കണത്. അപ്പൊ അതൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷവും. പിന്നെ എനിക്ക് നടിമാരെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെയെങ്കിലും ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം കളഞ്ഞേച്ചും അവിടെ പോയി റോട്ടിൽ പോയി എത്തിവലിഞ്ഞ് നോക്കി നിൽപ്പാണ്. ഒരാൾ പുറത്തു വന്നെങ്കിൽ നടനൊക്കെ പുറത്തു വന്നു. അപ്പൊ ദിലീപ് മറ്റേ മായാമോഹിനിയുടെ ഞങ്ങളുടെ ഇവിടെയാണ് വന്ന ബിസ്ക്കറ്റ് കമ്പനി. എന്നിട്ട് ഞാൻ രാവിലെ തൊട്ട് പോയി നിൽക്കണേണ്. എൻ്റെ മകനെയൊക്കെ വിളിച്ചു പറഞ്ഞു എടാ ദിലീപ് പുറത്തു വന്നടാ ഓടി പാടാ എന്നൊക്കെ പറയും. ആദ്യമായിട്ട് കണ്ട നടനാണ് ദിലീപ്. അത് നാടോടി മന്നനല്ലേ ആദ്യമായിട്ട്. അതിലും ഇങ്ങനെ പാസിംഗ് ആയിരുന്നു. കുറെ ഇറങ്ങിയ പടത്തിലൊക്കെ പാസ് ചെയ്തിട്ടുണ്ട്. 5 വർഷം നന്നായിട്ട് പാസ് ചെയ്ത് തന്നെ നടക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും ഒക്കെ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നാലും ഞാൻ പോയിരിക്കല. എന്നെ എന്തെങ്കിലും ഒരു മുഖം തിയേറ്ററിൽ കണ്ടാലാന്നോർത്ത് വെയിൽ മൊത്തവും കൊണ്ട് ഞാൻ ആ നടുക്ക് നിൽക്കും. അങ്ങനെ ചില സ്ഥലത്തൊക്കെ നമ്മ ഇങ്ങനെ എന്നാൽ ഇവരോടൊക്കെ ഞാൻ പറയേ എന്നെ ഇന്ന് സിനിമയിൽ കാണിക്കുമ്പോൾ നമുക്ക് പടത്തിന് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ അവർ പറയേ എവിടെ ഇരിക്കണം എന്നാ പറയണം. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് നോക്കിയിട്ടും പറയേ ഇത് എല്ലാ മൂലൊക്കെ ഇരിക്കണുണ്ട് ഞാൻ. അമ്മക്ക് കാണാൻ അമ്മ നിൽക്കണം, ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. ഇനി മേലെ ഞങ്ങളെ വിളിച്ചോണ്ട് പോരുത് ചീത്ത പറയും. അതൊക്കെ കേട്ടിട്ടുണ്ട്. വെളുപ്പിന് ഇവിടെ നിന്ന് നമ്മ 5 മണിക്ക് പോകണം. ഷൂട്ടിങ് സ്ഥലത്ത് 7 മണിക്ക് എത്തണമെന്ന് പറയുമല്ലോ. അങ്ങനെ 5 മണിക്കൊക്കെ കൂട്ട് പോലും ഇല്ലാതെ പോകും. ഈ കാറുകാരൊക്കെ ഒറ്റക്ക് ഇങ്ങനെ റോട്ടിലൊക്കെ നടക്കുമ്പോഴൊക്കെ പേടിയാണ്. എങ്ങനെയും ബസ് കിട്ടി ഒന്ന് ആരെങ്കിലുമൊക്കെ റോട്ടിലുള്ളവരോട് ചേട്ടാ ഒന്ന് നിൽക്കേ ഒരു വണ്ടി വന്നവരെ എനിക്ക് പേടിച്ചിട്ടാണെന്ന് പറയും. കാറൊക്കെ അങ്ങാടിങ്ങളൊക്കെ കിടന്ന് ഓടണുണ്ട്, എപ്പോഴാണ് വണ്ടിക്കാരൻ നിർത്തും. അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഞാൻ പോയി ദൈവം കണ്ട്. അതൊരു ഓഡീഷൻ വഴിയായി ദൈവം ഷൈൻ സാറിനെ റെഡിയാക്കി അങ്ങനെ ഒരു പടത്തിൽ കയറി.
അപ്പൊ ആ ഫസ്റ്റ് പടത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മറ്റു പടങ്ങളിൽ പോലെ അല്ലല്ലോ ഇത് എനിക്കറിയാം, ഞങ്ങൾക്കറിയാൻ പറ്റില്ല. പുറത്തു വന്ന് ക്യാമറയൊക്കെ വെച്ച് ഉള്ളതായിരിക്കും എന്ന് ഓർത്ത്. അപ്പൊ ഞങ്ങള് ഒരു റൂമിനകത്ത് അത് ഒരു പോലീസ് സ്റ്റേഷനിൽ ആക്കിയേക്കണായിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇങ്ങനെ ബേബി ഞാനും കൂടി ഇങ്ങനെ റൂമിലിരുന്നപ്പോൾ സാറും ഇങ്ങനെ ഓരോ കാര്യം ചോദിച്ച് അങ്ങനെ ഞങ്ങളിരുന്ന് പറഞ്ഞ നിവിൻ പോളി അടുത്ത് മുമ്പിൽ ഇരിക്കണുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ ഇവരെല്ലാവരും അവിടെ ജോലിക്കാരും എല്ലാം കൂടി കിടന്ന് കൂട്ടച്ചിരി ചിരിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും ഇട്ട് ഇങ്ങനെ നോക്കണേ, എന്താണ് എല്ലാവരും ചിരിക്കണം. ഞാൻ പതിവായിട്ട് പറയണ വർത്താനങ്ങളാണ് ഞാൻ പറയണത്. പക്ഷെ ആൾക്കാരെല്ലാവരും ഭയങ്കര ചിരി. അപ്പോൾ ഞാൻ വിളിയും പറഞ്ഞ് ചേച്ചി എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ചിരി വരും ഷൈൻ സാറിനോട് പറഞ്ഞു. അപ്പോൾ ഷൈൻ സാർ പറഞ്ഞേ ഇനി നമുക്ക് എടുക്കാം, ഷൂട്ട് എടുക്കാം, ഇപ്പോഴും നമുക്കിങ്ങനെ ഇരുന്നാ ചേച്ചി അങ്ങനെ തുറക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പടം വന്നിട്ടും പോയില്ല. കാരണം ഇവരോടും പറഞ്ഞില്ല, പാസ് ചെയ്യാൻ പോയിട്ട് കിട്ടണ അനുഭവം കണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഇതിലും ഇനി കാണിക്കോയില്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഷൈൻ സാറ് തന്നെ പറഞ്ഞ് മേരി പടം കണ്ടായിരുന്നാന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലെന്നു. അപ്പോൾ പറഞ്ഞ് പോയി കണ്ടിട്ട് ഇപ്പോൾ വന്നാൽ മതിയെന്നും പറഞ്ഞ് എന്നെ പത്മയിലോട്ട് പറഞ്ഞു വിട്ടു. ഇങ്ങനെ പോയി പടം കണ്ടേച്ച് ഞാൻ ചെന്നപ്പോഴേ ചെറിയ പോസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതിലൊക്കെ എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാനേ എൻ്റെ ഇതെന്താണ് ഇത് ഇത്രയൊക്കെ ആയാ. ഞാൻ ഈ 2 വർത്താനം പറഞ്ഞപ്പോൾ ഇത് ഞാൻ പുറകട്ടം നോക്കിയപ്പോൾ പടം കണ്ടേച്ചിരിക്കണവരൊക്കെ ചിരിച്ചപ്പോ എനിക്ക് എന്തൊന്നില്ലാത്ത സന്തോഷമായിരുന്നു. പിന്നെ തിയേറ്ററിലൊക്കെ ചെന്നപ്പോഴും എല്ലാരും എൻ്റെ സീൻ വന്നപ്പോ ചിരിക്കണൊക്കെ കേട്ടപ്പോഴേ ഭയങ്കര സന്തോഷമായിരുന്നു. അല്ല ബേബി ചേച്ചിയും ഉള്ളൊരു ഇതാണ്, ഗാങ് ആണല്ലോ നിങ്ങൾ രണ്ടാളും കൂടുമ്പോഴാണ് അതിന്റെ ഒരു ബേബി ചേച്ചിയായിട്ടുള്ളൊരു ഇതൊക്കെ എങ്ങനെയാ? ചേച്ചിയായിട്ട് കുഴപ്പമൊന്നുമില്ല. ബേബി ഞാനും ഭയങ്കര കൂട്ടാണ്. ബേബി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ബേബിയുമായിട്ടാണല്ലോ നമ്മള് ചെയ്യണം. അപ്പം നമുക്ക് അതൊരു പ്രത്യേക സന്തോഷമാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വിളിക്കണത്. ഒറ്റക്ക് വിളിക്കുമ്പോൾ പോകാതിരിക്കാനും പറ്റിയല്ല. അപ്പോൾ ഒന്ന് ചെറിയതായിട്ടൊക്കെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടാവും. വീട്ടിലിപ്പം മോനും മരുമകളും 3 പിള്ളേർ, 2 പെൺകൊച്ചും 1 ആൺകൊച്ചും ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നത്? അവരിവിടെ ഉണ്ട്. ജോലിക്കൊന്നും പോണില്ല കൊച്ചുള്ള കാരണം. 1 വയസ്സുള്ള കൊച്ചുണ്ടല്ലോ, അങ്ങനെ ജോലിക്കൊന്നും പോണില്ല. പിന്നെ മോൻ എപ്പോഴും അവന് പണിയുണ്ടാകുകയില്ല. ഈ മഴക്കാലമൊക്കെ തുടങ്ങിയ പെയിന്റ് അടിപ്പിക്കല്ലോ എല്ലാവരും. അങ്ങനെയൊക്കെ ഉള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ആണെങ്കിൽ ഈ വീട് ഞങ്ങൾക്ക് ലക്ഷം വീടാണ്, പഞ്ചായത്ത് വഴി തന്ന. അപ്പം ഇരട്ട വീടായിരുന്നു. അപ്പം ഇത് പിന്നെ ഇടക്ക് ഒറ്റതിരിക്കണമെന്നും പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് 75,000 രൂപ തന്നു. അതുകൊണ്ട് നമുക്ക് വീട് വെക്കാൻ പറ്റുക. പിന്നെ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വെച്ചെങ്കിലും പണിയും തീർന്നില്ല. പുറമൊന്നും തേച്ചിട്ടില്ല. ഈ അകം മാത്രം ഞങ്ങൾ മിനുക്കിയെടുത്ത്. സിനിമയിൽ പോണ ഒരെന്തല്ലേ, അപ്പൊ ആരെങ്കിലും ആയിട്ട് വന്ന നിവിൻ പോളിയൊക്കെ ഇവിടെ വന്നായിരുന്നു. നിവിൻ പോളി ഷൈൻ സാറൊക്കെ വന്നായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അവര് എൻ്റെ വീട് ഒന്ന് മര്യാദ കിടക്കട്ടെ എന്ന് ഓർത്ത് അവിടെ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് തന്നെ അല്ല, പുറത്തുനിന്ന് നോക്കാം, ഗ്രൂപ്പ് ലോണൊക്കെ എടുത്തൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് ഇത്ര അല്ല. അപ്പൊ ഇതൊക്കെ അടക്കാനായിട്ട് സിനിമയുടെ ഇത് കണ്ടാണ് എടുത്തതൊക്കെ. ഇപ്പൊ അതൊക്കെ എല്ലാം വീണുപോയപ്പോ എനിക്ക് അശോ ഞാൻ എന്ത് ചെയ്യും, എങ്ങാണ്ട് പോകും ഈ ലോണൊക്കെ അടക്കാൻ. അങ്ങനെ എനിക്ക് ആകപ്പാടെ പ്രയാസമായി. പിന്നെ എൻ്റെ എന്തെല്ലാം ടിക്കറ്റിലാണ്. ഒരെണ്ണം അടിച്ചു കിട്ടിയാൽ നമുക്ക് കടം തീർക്കല്ല എന്നുള്ള ഒരു സമാധാനത്തിൽ നടക്കായിരുന്നു. പക്ഷെ 1 രൂപ പോലും ഇന്നുവരെ എൻ്റെ ടിക്കറ്റിന് അടിച്ച് കണ്ടിട്ടില്ല. എന്നാലും ഞാൻ ആൾക്കാരെന്തെല്ലാം പറഞ്ഞാലും മേടിക്കും എന്നോട് ആൾക്കാർ. ചേച്ചി ഇങ്ങനെ സിനിമയിൽ പോയ ചേച്ചിയല്ലേ എന്നോർത്ത് ആ ഒരു കെയറോപ്പിൽ ടിക്കറ്റ് എടുക്കണുണ്ട്. അപ്പം ആ ഒരു സമാധാനത്തിന് 1 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പോരും. കുറച്ച് ടിക്കറ്റേ ഞാൻ എടുക്കുള്ളൂ. എല്ലാവരും 160, 200 എടുക്കുമ്പോൾ ഞാൻ 48, 60 എടുക്കുള്ളൂ. 1 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ പോരും. നല്ല വെയിലായിരിക്കും. ആൾക്കാർ മേടിക്കും എന്നോട്. പിന്നെ ബാക്കി കടവും കൊടുത്തേച്ചും പോരും. പിന്നെ ദിവസം എനിക്ക് ടിക്കറ്റ് എടുക്കാൻ കാശുണ്ടാകില്ല, ഈ കടം കൊടുത്തിട്ട്. അത് പിന്നെ ആരെങ്കിലോടൊക്കെ തിരക്കിയെടുത്തേച്ചും വീണ്ടും എടുക്കും. ഈ എടുക്കുമ്പോ അടി എൻ്റെ മനസ്സിൽ പ്രതീക്ഷ അങ്ങനെ. അല്ലെങ്കിൽ ഇടക്ക് എപ്പോഴാണ് സിനിമയിൽ നിന്നൊരു കോള് തന്നെ എന്നാണ് അതും ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് നടക്കണത്.
വരികയാണെങ്കിൽ എനിക്ക് ടിക്കറ്റ് എടുത്ത് പോക്കറ്റിട്ടിട്ട് പോകാല്ല അങ്ങനെയൊക്കെ ഓർത്തുണ്ട്. അപ്പോൾ എത്രയും വൈകാണ്ട് തന്നെ സിനിമ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചേച്ചിക്ക് എന്താ പറയാനുള്ളത് പ്രേക്ഷകരുടെ അടുത്ത്? ചേച്ചിനെ എല്ലാവരും എന്നെ ഒരു സിനിമയിൽ എടുക്കണമെന്നുള്ള ആഗ്രഹമാണ്. പിന്നെ എൻ്റെ കടമൊന്ന് തീർന്നാൽ എനിക്ക് ഇച്ചിരി മനസ്സമാധാനം ഉണ്ടായത്. എനിക്ക് ടെൻഷൻ കൂടി, ഷുഗറും കൂടണേണ്, പ്രഷറും ഒക്കെ കൂടണേ, എല്ലാം ഉള്ളതാണ്. അപ്പം എനിക്കതെല്ലാം പെട്ടെന്ന് രാത്രിയൊക്കെ ഉറങ്ങാൻ പറ്റണില്ല. ഈ രാവിലെ കടക്കാർ വന്ന് മേളം ഉണ്ടാക്കുക, സിനിമയിൽ അഭിനയിച്ചേക്കണോണ്ട് അവർക്ക് ഒട്ടും സമ്മതിക്കലല്ല. ചേച്ചി കാശല്ലേ കിട്ടണത്, ചേച്ചിക്ക് കാശ് അടക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ എന്നെ പറഞ്ഞാൽ എനിക്ക് ആ ഒരു പ്രയാസം ഉണ്ടോ. നേരം ഒരേ ദിവസവും വെളുക്കുമ്പോൾ കടക്കാർ വാദിക്കാൻ വന്നിട്ടുണ്ടാവും എന്നുള്ള ചിന്തയിലാണ് എഴുന്നേറ്റ് ഞാൻ പുറത്താട്ട് വന്നത്. ഇപ്പോൾ ഒത്തിരി സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ വളരെ സാധാരണ ആളുകളെയൊക്കെ നമ്മൾ മലയാളികൾ നെഞ്ചിലേറ്റിയിട്ടുള്ളതാണ്. അതുപോലെ നെഞ്ചിലേറ്റിയ ഒരാളാണ് മേരി ചേച്ചിയൊക്കെ. അപ്പോൾ വരുന്ന സിനിമകളിൽ നല്ല നല്ല റോളുകളിലായിട്ട് മേരി ചേച്ചിനെ ഇനിയും നമുക്ക് കാണാൻ പറ്റട്ടെ, ചിരിയോടുകൂടി തന്നെ കാണാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു.